ഇന്ത്യ ന്യൂസിലാൻഡ് 5-ാം T20-യിൽ ഇന്ത്യക്ക് മികച്ച ജയം, 46 റൺസിന്റെ ജയം. പക്ഷെ അപ്പോഴും ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരല്പം നിരാശയുണ്ട്. മലയാളി ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയൊരു വിഷമമുണ്ട് അല്ലെ? സഞ്ജു തിളങ്ങാത്തതിന്റെ ഒരു വിഷമമുണ്ട് മുഖത്ത്. വിഷമമുണ്ട് ബ്രോ. എന്ന് പറഞ്ഞ് കുഴപ്പമില്ല, ഗെയിമല്ലേ, നമ്മുടെ നേഷൻ ജയിച്ചല്ലോ, രാജ്യം ജയിച്ചല്ലോ, അതാണ് പ്രൈമറി ആയിട്ടുള്ള കാര്യം. പിന്നെ സഞ്ജു ഓൾറെഡി പ്രൂവൺ ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. ഇന്ന് അല്ലെങ്കിൽ നാളെ എന്തായാലും കളിക്കും, ആ ഒരു പ്രതീക്ഷയുണ്ട്. ഈ ഇഷാൻ കിഷനെ വിക്കറ്റ് കീപ്പറായി കൊണ്ടുവന്നപ്പം ചെറിയൊരു വിഷമം തോന്നിയോ? ഇല്ല. ഇഷാൻ കിഷന് വിക്കറ്റ് കീപ്പർ അല്ല, അവനെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാ, ഇവനെ പറ്റുമോ ഇല്ല. ആ പരീക്ഷണം എങ്ങനെയുണ്ട്? പരീക്ഷണം അത്ര പോരാ, കാരണം 2-3 മിസ് ഉണ്ടായിരുന്നു അവന്റെ സൈഡിൽ നിന്ന്. ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. പക്ഷെ എന്തോ ഒരു വിഷമമുണ്ട്. എന്താ? സഞ്ജുവിന്റെ ഒരു അത് ഇട്ട് പിടിക്കുവാണല്ലേ? അതെ. അതെ, കുഴപ്പമില്ല, നല്ല കളിയായിരുന്നു. മൊത്തത്തില് സഞ്ജു നിരാശ വന്നോ? സഞ്ജു ഒരു നമ്മള് കുറച്ച് 4ഉം 6 ഒക്കെ പ്രതീക്ഷിച്ചായിരുന്നു. അതെ, പ്രതീക്ഷയായിരുന്നു. പക്ഷെ പുള്ളിയുടെ ഫോം വെച്ച് നോക്കുമ്പോൾ നമുക്കറിയായിരുന്നു അങ്ങനെ വരുമെന്ന്. പക്ഷെ നല്ല കളിയാണ് എന്റെ അർത്ഥം. അങ്ങനെ എങ്ങനെയുണ്ട്? ഇഷാൻ കിഷൻ അങ്ങ് തകർത്തല്ലോ ഒന്ന്. തകർത്തു, സഞ്ജു മാത്രം തകർത്തില്ല. അതെ, ബാക്കിൽ സാംസങ് നിൽപ്പുണ്ട് ബാക്കിൽ. ആ കുഴപ്പമില്ല, അടുത്ത വേൾഡ് കപ്പ് ആകുമ്പോൾ നമ്മൾ തിരിച്ചു വരുമായിരിക്കും. എങ്ങനെയുണ്ട് ഹാർദിക് പാണ്ഡ്യയുടെ 6 അങ്ങും ഇങ്ങും ഒക്കെ വന്ന് വീണ് ഗാലറിയുടെ? മാച്ച് നല്ല കളിയായിരുന്നു. എല്ലാവരും ബാക്കി സാംസൺ ഒഴിച്ച് ബാക്കി എല്ലാവരും നല്ലപോലെ കളിച്ചായിരുന്നു. അത് മാത്രമുള്ള വിഷമം. പക്ഷെ പൊതുവെ മൊത്തത്തിൽ മാച്ച് നോക്കുമ്പോഴത്തേക്കും നല്ല ഹൈ സ്കോറിംഗ് റൺ ഇതായിരുന്നു. 2 ടീമും നല്ലപോലെ എടുത്തു. ഇഷാൻ കിഷന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് നമ്മൾ കണ്ടു. സെഞ്ചുറി അടിച്ചതുണ്ട്, അടിപൊളിയായിരുന്നു. പക്ഷെ അപ്പോഴും സഞ്ജുവിന്റെ ബാറ്റിൽ കുറച്ച് 4, 6 ഒക്കെ നമ്മൾ കാത്തിരുന്നിരുന്നു. പക്ഷെ കുഴപ്പമില്ല, നന്നായി ഫീൽഡ് ചെയ്തു. ഡൈവ് ഒക്കെ ഉണ്ടായിരുന്നു. നന്നായി ഫീൽഡ് ചെയ്തു. എങ്ങനെ ഉണ്ടായിരുന്നു കളി? അടിപൊളിയായിരുന്നു. എന്താ ഇന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ് ഇന്നത്തെ കളിയിൽ? സെഞ്ചുറി. സഞ്ജു 6 അടിക്കാത്തതിൽ വിഷമമുണ്ടോ? വിഷയമാണ്. സങ്കടം വന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. നല്ല രസമുണ്ട്. 271 നല്ലൊരു സ്കോറാണ്. ചെറിയൊരു വിഷമം ഉണ്ടായോ? അടിപൊളി കളിയായിരുന്നു. സഞ്ജുവിന്റെ നല്ല ബാറ്റിംഗ് കാണാത്തോണ്ട് വേൾഡ് കപ്പിൽ സ്ഥാനം നഷ്ടപ്പെടാതിരുന്ന ന്യൂസിലൻഡിന്റെ ആരാധകൻ തന്നെയായിട്ട് വന്നതാണോ? എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ മത്സരം? ന്യൂസിലൻഡ് ആരാധകർക്ക് നിരാശയാണോ? തീർച്ചയായും നിരാശയാണ്. പിന്നെ കളിച്ചു, അവന് കമ്പാക്ട് ഗെയിം ആയിരുന്നു. അവന് നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ളവരൊന്നും അതിന്റെ പ്രോഗ്രസീവായിട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് കളി പോയി. ഒരു നിരാശയുണ്ടോ ഇന്ന്? ഇല്ല, സഞ്ജു കളിച്ചില്ല. ആവശ്യമുണ്ട്. നമ്മുടെ സഞ്ജു തിരിച്ചു വരും, ഉറപ്പായിട്ട് തിരിച്ചു വരും. ലോകകപ്പിൽ 100 അടിക്കും സഞ്ജു, 100 അടിക്കും. वो संजू का फैन है या अपना? संजू का फैन है. अभी तो संजू का है, पहले MS धोनी का है. अभी कीपिंग भी नहीं किया है वो, और बैटिंग भी थोड़ा अच्छा नहीं हुआ है. लेकिन थोड़ा आएगा वर्ल्ड कप में, अच्छा करेगा वो. ഗംഭീര കളിയാണ്. ആരെ 6 ആണ് ഇഷ്ടപ്പെട്ടെ? ഹാർദിക് പാണ്ഡ്യ എപ്പോഴാണ് എത്തിയതല്ലേ? വേൾഡ് കപ്പ് ഉറപ്പായിട്ട് തൂക്കത്തില്ലയോ? നമ്മുടെ കളിയാ. ഇപ്പൊ ഇഷാനൊക്കെ ഫോം ആയിട്ടുണ്ട്. തിലക് വർമ്മ ഇപ്പൊ വരും, എല്ലാം ചെയ്യും. സഞ്ജു അടിക്കുന്നു, കുറെ റൺസ് 15 അറ്റ്ലീസ്റ്റ് അടിക്കുന്നു. ഇത് പേടിച്ചിട്ടാവും കളിക്കുന്നത്. വേൾഡ് കപ്പിൽ ചാൻസ് വളരെ കുറവാണ്. കാര്യവട്ടത്ത് കാര്യരുമ്പിന്റെ കരുത്തായിരുന്നു ടീം ഇന്ത്യക്ക്. ഇഷാൻ കിഷന്റെ വെടിക്കെട്ട് ബാറ്റിംഗ്, ഹാർദിക് പാണ്ഡ്യയുടെയും സൂര്യകുമാർ യാദവിന്റെയും പവർ ഷോട്ടുകൾ, അർഷ്ദീപ് സിംഗിന്റെ കൃത്യതയാർന്ന പന്ത്, കിവികളെ അക്ഷരാർത്ഥത്തിൽ ടീം ഇന്ത്യ കാര്യവട്ടത്ത് നിന്ന് പറത്തി. 4-1 ടീം ഇന്ത്യക്ക് പരമ്പര. സനോഷിനൊപ്പം മഹേഷ് പോലൂർ, മീഡിയ 1.